അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ആദ്യമായി ഒരു ക്ഷമാപണം. വളരെ വൈകി വന്നതിന് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. ആശയവിനിമയം നടത്തുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് സമയത്ത് ഇവിടെ എത്താൻ എനിക്ക് കഴിയാതെ പോയത്. ഈ പരിപാടിയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുണ്ടായ ഒരു പ്രത്യേക കാരണം, വക്കം അബ്ദുൽ ഖാദറിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള ഓർമ്മകളുടെ ഭാഗമായതുകൊണ്ട് കൂടിയാണ്. ഞാൻ വായിച്ചു തുടങ്ങുന്ന കാലം തൊട്ടുള്ള ഒരു പേരാണ്, എൻ്റെ മനസ്സിലുള്ള ഒരു പേരാണ്. കുറേ നേരത്തെ വായിച്ചു തുടങ്ങിയ ഒരാളാണെന്ന് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാം. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മാസിക ആലുവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു വരിക്കാരനായിരുന്നു ഞാൻ. വരിക്കാരനെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ പേരിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു. അതുകൊണ്ട് എല്ലാ മാസവും എൻ്റെ പേരിൽ എൻ്റെ മേൽവിലാസം എഴുതി ആ മാസിക വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി അത് നോക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ വളരെ നേരത്തെ വായന തുടങ്ങി. അതിൽ നിന്ന് കൂടുതൽ ഗൗരവമുള്ള വായനയിലേക്ക് നീങ്ങിയപ്പോൾ, അതായത് കുട്ടികൾക്കുള്ള മാസികയിൽ നിന്ന് കൂടുതൽ ഗൗരവമുള്ള വായനയിലേക്ക് വളരെ വേഗം നീങ്ങി. ആ കാലഘട്ടത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന, എപ്പോഴും എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ് വക്കം അബ്ദുൽ ഖാദറിൻ്റേത്. പിൽക്കാലത്ത് ഡോക്ടർ സുകുമാർ അഴീക്കോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തലമുറ വളർന്നത് അബ്ദുൽ ഖാദറിനെ വായിച്ചുകൊണ്ടാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന ഒരു ആളാണ് ഞാൻ. ആ നിലയ്ക്ക് എനിക്കും തീർച്ചയായിട്ടും അവകാശപ്പെടാവുന്നതാണ് എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളെ അവരുടെ ചിന്താ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ എന്നുള്ളത്. വക്കം അബ്ദുൽ ഖാദർ എങ്ങനെ ആ തരത്തിലെത്തി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതിൽ പല ഘടകങ്ങൾ അതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ആ കാലം, അദ്ദേഹം ജീവിച്ചിരുന്നതും അദ്ദേഹം എഴുതിയതുമായ ആ കാലഘട്ടം. ആ കാലഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. നമ്മളിന്ന് സാമൂഹ്യ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി അതിൻ്റെ പ്രാഭവം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വരുന്നത്. നമുക്കെല്ലാം അറിവുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആ സ്ട്രീമിൻ്റെ, അതിൻ്റെ ഒരു നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാന പങ്കുവഹിച്ച ഒരു ആളും കൂടിയായിരുന്നു. അപ്പം ആ രീതിയിലാണ് അദ്ദേഹം വരുന്നത്. പിന്നെ ആ അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്നു, അതായത് വക്കം മൗലവിയുടെ സമകാലീനരായിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, പിന്നീട് എ ബാലകൃഷ്ണപിള്ള, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യുവാവാണ് അന്ന് സാഹിത്യ പ്രവർത്തനത്തിലേക്കും മാധ്യമ പ്രവർത്തനത്തിലേക്കും ഒക്കെ ഇറങ്ങി വരുന്നത്. അപ്പം അത് ആ കാലത്തിൻ്റേതായ ഒരു പ്രത്യേകത. പക്ഷേ യഥാർത്ഥത്തിൽ വളരെയധികം നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന ഒരു വസ്തുത അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളാണ്. അതിനെയും ഒരർത്ഥത്തിൽ നമുക്ക് ഈ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്താം. ബിക്കോസ് എന്ന് വെച്ചാൽ ആ നവോത്ഥാനത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, അതിനകത്ത് എപ്പോഴും വളരെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അയ്യങ്കാളി ഗാന്ധിയോട് പറയുന്നു, എനിക്ക് 10 BA എൻ്റെ സമുദായത്തിൽ നിന്നുണ്ടാകണമെന്ന് പറയുമ്പോഴത്തേക്ക് 10 BA ഉണ്ടാക്കി 10 പേര് BA ഡിഗ്രി എടുത്തിട്ട് ജോലി നേടുന്നു എന്നുള്ള രീതിയിൽ മാത്രം നമ്മളതിനെ കാണാൻ പാടില്ല. വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ അറിവ് നേടുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, വിദ്യയിലൂടെ പ്രബുദ്ധരാകുക എന്ന്. വക്കം മൗലവി അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നിരന്തരമായി പല പ്രസിദ്ധീകരണങ്ങളും തുടങ്ങി ആളുകൾക്ക് അറിവ് പകർന്ന് അതിലൂടെ ആളുകളെ പ്രബുദ്ധരാക്കാൻ
ശ്രമം നടത്തിയ ആളാണ്. പ്രത്യേകിച്ച് വക്കമാലയുടെ കാര്യത്തിലാണെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ താല്പര്യം അദ്ദേഹം സ്ത്രീകളുടെ കാര്യത്തിൽ എടുക്കുന്നതാണ്. സ്ത്രീകൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് വക്കം അബ്ദുൽ ഖാദർ വരുന്നത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാന മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം. നവോത്ഥാന നായകർ, അത് കഴിഞ്ഞു വരുന്ന അവർ കരുപ്പിടിച്ച ഒരു സമൂഹത്തിൽ അവർ വാർത്തെടുത്ത ഒരു തലമുറ അതിൻ്റെ ഒരു ഭാഗമാണ്. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സന്തതി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഇത് പറഞ്ഞ മാതിരി അന്നിപ്പോൾ BA എന്ന് പറയുന്നത് വലിയൊരു നേട്ടം എന്ന നിലയിൽ കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അറിവിൻ്റെ ഒരു ഭണ്ഡാരം ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ അതെത്താത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ തരത്തിലൂടെ പോയില്ല അദ്ദേഹം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനപ്പുറം പോയിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാണാനും പാടില്ല. ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെ കുട്ടികളെ എഞ്ചിനീയറാക്കാൻ ടെസ്റ്റിന് എഴുതിക്കാം, എങ്ങനെ കുട്ടികളെ മെഡിക്കൽ ടെസ്റ്റിന് എഴുതിപ്പിക്കാം എന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം. അതാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവർ ഒരുക്കുന്നത്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടമല്ല അന്നത്തേത്. പ്രത്യേകിച്ചും അദ്ദേഹം പഠിച്ച ഹൈസ്കൂൾ എന്ന് പറയുന്നത് നെടുങ്കണ്ട SNV സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിൻ്റെ ചരിത്രം വാസ്തവത്തിൽ കേരളത്തിന് അറിയാതെ പോകുന്നു. പക്ഷെ അവിടെ ആ കാലഘട്ടത്തിൽ ഹെഡ് മാസ്റ്ററായിരിക്കുന്നത് സോർബോണിൽ നിന്ന് PhD എടുത്ത ഡോക്ടർ നടരാജനാണ്. ഡോക്ടർ P. നടരാജൻ പിൽക്കാലത്ത് നടരാജ ഗുരുവായി മാറിയ, സന്യാസം സ്വീകരിച്ചതിന് ശേഷം നടരാജ ഗുരുവായി മാറിയ P. നടരാജൻ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ചെയ്ത പണി SNV സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അധ്യാപകർ വാർത്തെടുത്ത ഒരു തലമുറയും കൂടിയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് നമ്മൾ ഈ ഫോർമൽ ചട്ടക്കൂടിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിൽ അതിന് വലിയ സ്ഥാനമുണ്ടാവില്ല. പക്ഷേ അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഇന്നത്തേക്കാൾ കൂടുതൽ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് അന്ന് നടന്നത്. അറിവ് തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾ അറിവ് സമ്പാദിക്കുന്നില്ല എന്ന് പറയാനൊക്കില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ തലമുറ ആ ഘട്ടത്തിൽ ശേഖരിച്ചതിനേക്കാൾ കൂടുതൽ അറിവ് ശേഖരിക്കുന്നവരുണ്ട്. അതിനുള്ള സാഹചര്യം അവർക്കുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ എല്ലാം നമ്മളെ തിരിച്ചുവിടുന്നത് ഒന്നുകിൽ ഡോക്ടറാകുക അല്ലെങ്കിൽ എഞ്ചിനീയറാകുക, അതിനാവശ്യമായ തരത്തിലുള്ള വിദ്യാഭ്യാസം, അതിനാവശ്യമായ തരത്തിലുള്ള അറിവ് മതി നിങ്ങൾക്കിപ്പോൾ എന്ന തരത്തിലുള്ള ഒരു സമീപനം അടങ്ങിയിരിക്കുകയാണ്. അതല്ല അന്നത്തെ സമീപനം. അന്നത്തെ സമീപനം ഈ അറിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ജ്ഞാനതൃഷ്ണ ചെറുപ്പക്കാരിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് അത്. അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലൂടെ വന്ന ഒരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രതിഫലിച്ചു. അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിലും പത്രപ്രവർത്തകൻ എന്ന നിലയിലും വളരെ കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പരിശോധിച്ചിരുന്നാലും ഏതാണ്ട് 20 പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഞാൻ വായിച്ചു തുടങ്ങുന്ന കാലത്ത് വായിച്ച് എൻ്റെ മനസ്സിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് തൂലികാ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്നും ചിലപ്പോഴും ചില പേഴ്സണാലിറ്റി ഫീച്ചേഴ്സൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലും പുസ്തകങ്ങളിലുമൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊരു സ്ഥിരം പങ്ക്തിയായിട്ട് വളരെ പേരൊന്നും കൊണ്ട് നടക്കുന്നില്ല. പലരുമൊക്കെ വാർത്തയിൽ പ്രാധാന്യം നേടുമ്പോൾ വാർത്തയിലെ വ്യക്തി എന്നുള്ള നിലയിൽ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളതല്ലാതെ ഒരു സംഘടിതമായിട്ട് ഉള്ള ഒരു
പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായി അത് ചെയ്യുന്ന ഒരു രീതി ഇന്ന് കാണുന്നില്ല ഞാൻ. അന്ന് പത്രങ്ങളിൽ അതുണ്ട്, ഒരു തുലിക ചിത്രങ്ങൾ ആളുകളെക്കുറിച്ച്. അപ്പോൾ അറിയപ്പെടേണ്ട ആളുകളെക്കുറിച്ച്, അറിയപ്പെടേണ്ടവരാണെന്ന് പത്രാധിപർ കരുതുന്ന അല്ലെങ്കിൽ ലേഖകൻ കരുതുന്ന ആളുകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അത് നൽകുകയും ചെയ്യുക. അത് ഇന്ത്യയിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ആളുകളെക്കുറിച്ച് മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, ആഗോളതലത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൽബർട്ട് ഷ്വൈസ്റ്ററെ കുറിച്ച് ഒക്കെ അദ്ദേഹം തുലിക ചിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് നോക്കുകയും അതിൽ നിന്ന് വിവരം ശേഖരിച്ച്, ഇപ്പം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞ പോലെ പരിമിതമായ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വായിച്ച് അറിവ് സമ്പാദിക്കുകയും ആ അറിവ് സമൂഹവുമായി പങ്കിടുകയുമാണ് ചെയ്യുന്നത്. ഒരു നല്ല പത്രപ്രവർത്തകൻ്റെ ഒരു സ്വഭാവമായിട്ട് ചിലപ്പോഴൊക്കെ അത്ര നല്ല രീതിയിലല്ലാതെ പറയുന്നതുണ്ട്, ജേർണലിസ്റ്റ് ഈസ് എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് നൺ. എല്ലാത്തിനെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ കുറച്ചറിയാം, പക്ഷെ ഒന്നിനെക്കുറിച്ചും വൈദഗ്ധ്യമില്ല. അത് യഥാർത്ഥത്തിൽ അത് ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഗുണം ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പൊതുവേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമാന്യജ്ഞാനം ഉണ്ടാവണം. എന്നിരുന്നാൽ മാത്രമേ ദൈനംദിന വാർത്തയിൽ വരുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തുവാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയുന്ന ഒരു മനുഷ്യന് മാത്രമേ ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ശരിക്കും വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പം ആ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്പം വിവരം ഉണ്ടാവണം. ശാസ്ത്രത്തെക്കുറിച്ച് വലിയ ശാസ്ത്രീയ ജ്ഞാനമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല, അത് സാധ്യവുമല്ല. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ ഈ സംഭവം, ഇന്ന് നടന്ന ഈ സംഭവം അല്ലെ ഇന്ന് വന്നിരിക്കുന്ന ഈ വാർത്ത അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഒരു പത്രപ്രവർത്തകന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ മാസ്റ്റർ ഓഫ് നൺ, ഒന്നിലും അധികം വൈദഗ്ധ്യം പാടില്ല എന്ന് പറയുന്നതിനകത്തും ഒരു അർത്ഥമുണ്ട്. അതും ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളങ്ങ് പത്രപ്രവർത്തകന് അറിഞ്ഞു പോയിരുന്നാൽ പിന്നെ മറ്റ് കാര്യങ്ങൾ ശരിയായിട്ട് വിലയിരുത്താൻ കഴിയുന്നവരില്ല. കാരണം അയാളുടെ പാണ്ഡിത്യ പ്രകടനത്തിലോട്ട് പിന്നീട് അത് മാറും. ആ വിഷയത്തിലുള്ള അയാളുടെ പാണ്ഡിത്യ പ്രകടനത്തിലേക്ക് അത് മാറും. അത് പല പത്രപ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനം നമ്മൾ പരിശോധിച്ച് നോക്കിയിരുന്നാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് ചില ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ്, ആ രീതിയിൽ പോകും. പക്ഷേ ഇപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്ര മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരു ഹോളിസ്റ്റിക് വ്യൂ എടുക്കാൻ കഴിയുന്ന ഒരു ജനറൽ പ്രാക്ടീഷണർ ഇന്നില്ല എന്ന് പറയുന്നത് പോലെ പത്രപ്രവർത്തനത്തിലും അമിതമായ സ്പെഷ്യലൈസേഷൻ വന്നിരുന്നാൽ അത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാവും. ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ കഴിവുള്ള പത്രപ്രവർത്തകരുണ്ടാവും. പക്ഷേ പൊതുവെ കാര്യങ്ങളെ കാണുവാനും അതിനെ ഒരു സമഗ്രമായി വീക്ഷിക്കുവാനും കഴിവുള്ള ആളുകൾ ഉണ്ടാകാതെ വരും. അപ്പം അത്തരത്തിൽ ഉള്ള കഴിവുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് നമ്മൾ മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കാണുന്നത്. അദ്ദേഹം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചെഴുതിയിട്ടുണ്ട്, സൈക്കോളജിയെക്കുറിച്ച് പഠിച്ചെഴുതിയിട്ടുണ്ട്, പിന്നെ സാഹിത്യത്തിൽ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊന്നൊരു കാര്യം. അതും ആ കാലഘട്ടവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കണം. നമ്മുടെ സാഹിത്യത്തിൽ ഒരു എഫർവസൻസിൻ്റെ ഒരു കാലഘട്ടമാണ്, ഒരു പുതിയ ഇതൊക്കെ വരുന്ന ഒരു കാലഘട്ടം. അതിന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് എ ബാലകൃഷ്ണപിള്ള. എ ബാലകൃഷ്ണപിള്ളയുടെ സ്വാധീനം ഒരു പുതിയ തലമുറ എഴുത്തുകാരിലൊരു പുതിയ തലമുറയെ സൃഷ്ടിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലെ സാഹിത്യത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങളും ചിന്തകളും ഒക്കെ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ നമ്മുടെ അപചയത്തെക്കുറിച്ച് വളരെയധികം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ മനസ്സിലതുണ്ട്.
നമുക്ക് ചുറ്റും പല കാര്യങ്ങളും നടക്കുന്നത് ശരിയായ കാര്യങ്ങളല്ല, ഇത് നടക്കാൻ പാടില്ലാത്തതാണ്, എങ്ങനെ നാം ഇവിടെ എത്തിച്ചേർന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിനിമ നല്ല ആദ്യകാലം നമ്മുടെ സിനിമ വരുമ്പോഴത്തേക്കും തുടക്കം തമിഴ് നാടകത്തിൽ നിന്നും അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ നിന്നും വരുന്നു, അതുകൊണ്ട് കുറേ മിത്തോളജിക്കലും അതും ഇതൊക്കെ വരുന്നു. വളരെ പെട്ടെന്നാണ് പക്ഷേ അവിടെ നല്ല സാഹിത്യത്തിൻ്റെ സ്വാധീനം വരുന്നത്. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു കാലഘട്ടമുണ്ട്, നല്ല സിനിമ, മലയാളത്തിന് സിനിമ ലോകത്തിൽ പ്രശസ്തി നേടിക്കൊടുക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. നല്ല സാഹിത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന സിനിമകളുണ്ടാകുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ സിനിമ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷൻ നിൽക്കുന്നത് നല്ല സാഹിത്യത്തോടല്ല, സാഹിത്യത്തിൽ ഇപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞ പൾപ്പ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പൈങ്കിളി കഥകൾ ആയിട്ടുള്ള സാധനത്തിലോട്ട് പോകുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവുമായിട്ടുള്ള വ്യത്യാസം നാം തിരിച്ചറിയേണ്ടത്. ഇതൊന്നും ഒരു മേഖലയിൽ മാത്രമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളല്ല. അപ്പോൾ ആ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോഴും നാം തിരിച്ചറിയണം. അപചയം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരിൽ മാത്രമായിട്ടുള്ളതോ അല്ലെങ്കിൽ സിനിമയിൽ മാത്രമായിട്ടുള്ളതോ അല്ലെങ്കിൽ സീരിയലുകളിൽ മാത്രമായിട്ടുള്ളതോ അല്ല, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒരു അപചയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ധാര, നവോത്ഥാനധാര എന്ന് നാം ഇന്ന് തിരിച്ചറിയുന്ന ധാര, അതിൽ നിന്ന് നമ്മൾ അകന്നു പോയതിൻ്റെ ഫലമായിട്ടാണ് ആ വസ്തുത ഇപ്പോൾ പലരും തിരിച്ചറിയുന്നുണ്ട്, പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള. അപ്പോൾ അവിടെയാണ് നമുക്ക് ആ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയും ആ കാലഘട്ടത്തെ ധന്യമാക്കിയ എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും ഒക്കെ അബ്ദുൽ ഖാദറിനെ പോലുള്ള ആളുകളുടെയും ഒക്കെ പ്രസക്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പിൽക്കാലത്ത് നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങുന്ന കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുള്ളതാണ്. വളരെ അധികം ഒരുപക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ലപോലെ പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ചില ആളുകളാണ്. ഉറൂബോ അല്ലെങ്കിൽ NV കൃഷ്ണവാര്യരോ പഠിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു സന്തതി, അതിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു അദ്ദേഹം എന്ന് പറയാം. അതിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. ആ നവോത്ഥാന ധാരയെ മുന്നോട്ട് കൊണ്ടുപോയ തലമുറയിൽപ്പെട്ടയാളാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നാം ഓർക്കണം എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് നാം നേരിടുന്ന ഈ അപജയങ്ങൾ മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിയുള്ളൂ. അവിടെയാണ് വക്കം അബ്ദുൽ ഖാദറിൻ്റെ അനുസ്മരണം വളരെ പ്രസക്തമായ ഒന്നായി ഞാൻ കാണുന്നത്. അതിനായി ചേർന്നിട്ടുള്ള ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.